ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. റിസോ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായി ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിലായിരുന്നു. അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ റിസയും അതോടെ തന്നെ ഭർത്താവായ ആസിഫും കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഈ ജനുവരിയിലാണ്, കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. നാട്ടിലൊന്നും നിന്നപ്പോൾ വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ജോലിക്ക് വേണ്ടി ഉണ്ടെങ്കിൽ അവിടെ വിദേശത്തായിരുന്നു ഉണ്ടായിരുന്നു. സോ ഭാര്യയും കുട്ടി അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. കുടുംബം എല്ലാവരും അവിടെ തന്നെ ആയിരുന്നു. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷമാണ് ഈ റിസയ്ക്ക് മനസ്സിലാവുന്നത് ഈ ആസിഫ് എന്ന് പറഞ്ഞ ആളുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അത് നിർത്താൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഉണ്ടെങ്കിൽ ആസിഫിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനെ തുടർന്ന് അടിയും വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു ഓഡിയോ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. തനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ റിസ പറയുന്നത്. പക്ഷേ അതൊന്നും ആ സമയത്തൊന്നും കാര്യമായിട്ട് ആരും എടുത്തില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഒട്ടും സഹിക്കാതായപ്പോഴാണ് റിസ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു തീരുമാനത്തിൽ എത്തിയത്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ആസിഫിൻ്റെ കുടുംബം പറയുന്നുണ്ട്, ഞങ്ങളങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ അവളെ നല്ലോണമാണ് നോക്കിയത്, ഇതൊന്നും അല്ല കാരണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതേ സമയത്ത് വീട്ടുകാരും പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല, അവർ തന്നെ കാരണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഉണ്ട് ഈ സമയത്തുണ്ട് ഈ പെണ്ണിൻ്റെ വീട്ടുകാരെയും കുറ്റം പറയണം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടുകാർ തന്നെയാണ്. പെൺകുട്ടി ഉണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് വീട്ടുകാരെ വിളിക്കുന്നതായിരിക്കും. പക്ഷെ ഉടനെ ഉണ്ടെങ്കിൽ വീട്ടുകാർ നീ ഇങ്ങനെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ അത് ശരിയാവത്തില്ല, അവിടെ തന്നെ നിൽക്കുന്നു പറഞ്ഞാൽ പെൺകുട്ടി ഫോഴ്സ് ചെയ്യുന്നതായിരിക്കും നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് ഈ പെൺകുട്ടികളുണ്ടെങ്കിൽ ഇതങ്ങനത്തുള്ള തീരുമാനം എടുക്കുന്നത് മെയിനായിട്ട് കാണുന്നത്. എന്നിട്ടുണ്ടെങ്കിൽ നഷ്ടമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉടനെ എൻ്റെ മോളെന്നും പറഞ്ഞുള്ള രീതിയിൽ വരുന്നതാണ് കാണുന്നത്. എന്തായാലും എന്നെക്കുറിച്ചുള്ള കേസും അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്.